നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ, ചില ആളുകൾക്ക് പണം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒഴുകിയെത്തുന്നതായി തോന്നുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഭാഗ്യമുണ്ടോ? അതോ രഹസ്യമായ എന്തെങ്കിലും വിദ്യയുണ്ടോ? ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനെയാണ് നമ്മൾ ധന ഊർജ മണ്ഡലം, അതായത് ദ മണി എനർജി ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു മാജിക് അല്ല, മറിച്ച് സാർവത്രിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശാസ്ത്രമാണ്. നിങ്ങളും സമ്പത്തും തമ്മിലുള്ള ബന്ധം ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് മാത്രമല്ല, അതിലുപരി നിങ്ങളുടെ ഊർജമാണ്. നിങ്ങളുടെ പ്രഭാവലയം അഥവാ ഓറ സമൃദ്ധിയുടെ തരംഗങ്ങളുമായി എങ്ങനെ ചേർന്നിരിക്കുന്നു എന്നതിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പണം ഒരു തടസ്സമില്ലാതെ ഒഴുകിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അടുത്ത മിനിറ്റുകളിൽ നിങ്ങളുടെ ധനപരമായ ചിന്തകളെയും ജീവിതത്തെയും എന്നേക്കുമായി മാറ്റാൻ പോവുകയാണ്. ഒരൊറ്റ മാറ്റം പോലും നഷ്ടപ്പെടുത്താതെ ഇത് പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രഭാവലയം എങ്ങനെ ധനത്തെ ആകർഷിക്കുന്നു? നമ്മൾ ഓരോരുത്തരും ഒരു ഊർജമണ്ഡലത്താൽ ചുറ്റപ്പെട്ടവരാണ്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വാക്കുകൾ ഇവയെല്ലാം ഈ മണ്ഡലത്തിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ പണത്തെക്കുറിച്ച് നിരന്തരം ഭയത്തോടെ, സംശയത്തോടെ അല്ലെങ്കിൽ ക്ഷാമത്തോടെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജമണ്ഡലം പുറത്തുവിടുന്നത് ആ കുറവിൻ്റെ തരംഗങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു. അതായത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നൊരു പ്രിൻസിപ്പിൾ. നിങ്ങളുടെ പ്രഭാവലയം ക്ഷാമത്തിൻ്റെ ഊർജത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും പണം നിങ്ങളുടെ അടുത്തെത്താൻ മടിച്ചു നിൽക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, സമൃദ്ധിയോടെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയം സമൃദ്ധിയുടെ ശക്തമായ ഒരു കാന്തിക ശക്തിയായി മാറുന്നു. അപ്പോൾ പണം ആകർഷിക്കപ്പെടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറുന്നു. ഇനി നിങ്ങളുടെ ഈ ധന ഊർജ മണ്ഡലം എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും അത് സമൃദ്ധിയുമായി എങ്ങനെ കൃത്യമായി ചേർക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത്, ധനപരമായ മുറിവുകൾ ശുദ്ധീകരിക്കുക. നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മുതൽ മനസ്സിൽ ഉറച്ചുപോയ നെഗറ്റീവായ ധാരണകളുണ്ട്. പണം ഒരു തിന്മയാണ്, സമ്പന്നർ മോശക്കാരാണ്, പണം ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം എന്നിങ്ങനെയുള്ള ചിന്തകൾ. ഇവയൊക്കെ നമ്മുടെ പ്രഭാവലയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മുറിവുകൾ ഉണങ്ങാതെ നമുക്ക് സമൃദ്ധിയിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിമിഷം തന്നെ കണ്ണടച്ച് പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വേദനിപ്പിക്കുന്നതോ നെഗറ്റീവായതോ ആയ സന്ദേശം എന്തായിരുന്നു എന്ന് ഓർക്കുക. എന്നിട്ട് ആ ചിന്തയെ മനസ്സിൽ തിരുത്തി എഴുതുക. ഉദാഹരണത്തിന്, പണം ഒരു തിന്മയാണ് എന്നതിന് പകരം പണം നന്മ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന് ഉറക്കെ പറയുക. ദിവസവും ഈ പ്രക്രിയ തുടരുക. നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഊർജമണ്ഡലവും മാറാൻ തുടങ്ങും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ സമൃദ്ധിയുടെ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തും. നിങ്ങളുടെ ഒരു ക്ലിക്ക് ഞങ്ങളുടെ വലിയ പ്രചോദനമാണ്. നന്ദി. രണ്ടാമത്തെ ഘട്ടം, സമൃദ്ധിയുടെ തരംഗം പുറത്തുവിടുക. പണം നിങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ അനുഭവം സൃഷ്ടിക്കാൻ കഴിയണം. ഇതിനെയാണ് വികാരപരമായ ആകർഷണം എന്ന് പറയുന്നത്. അതിനായി കൃതജ്ഞത ശീലമാക്കുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. നിങ്ങൾക്ക് ഈ നിമിഷം ലഭിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂര, കഴിക്കാൻ ഭക്ഷണം, ഈ വീഡിയോ കാണാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ഇവയെല്ലാം സമൃദ്ധിയാണ്. ഓരോ നന്ദി പറച്ചിലും നിങ്ങളുടെ ഊർജമണ്ഡലത്തെ പോസിറ്റീവായി റീചാർജ് ചെയ്യുന്നു. പിന്നീട് ചെയ്യേണ്ടത് സങ്കൽപ്പിക്കലാണ്, അതായത് വിഷ്വലൈസേഷൻ. ദിവസവും ഒരു 5 മിനിറ്റ് സമയം കണ്ടെത്തി നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനായ ഒരു ജീവിതം ജീവിക്കുന്നതായി സങ്കൽപ്പിക്കുക.
ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അല്ല, മറിച്ച് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുവദിക്കുന്ന സന്തോഷം, സമാധാനം, യാത്രകൾ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന അവസ്ഥ എന്നിവ അനുഭവിക്കുക. ഈ ഉയർന്ന വികാരം നിങ്ങളുടെ പ്രഭാവലയത്തെ ധനത്തിൻ്റെ തരംഗവുമായി ഒരേ ഫ്രീക്വൻസിയിൽ എത്തിക്കും. മൂന്നാം ഘട്ടം, പ്രവൃത്തിയിലൂടെ ഊർജം സ്ഥിരീകരിക്കുക. മനസ്സിൽ സമൃദ്ധി നിറച്ചതുകൊണ്ട് മാത്രം പണം നിങ്ങളുടെ മടിയിൽ വന്ന് വീഴില്ല. നിങ്ങളുടെ ഊർജമണ്ഡലത്തെ പ്രവർത്തനങ്ങളിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി പണത്തെ ബഹുമാനിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യുക. പേഴ്സ് വൃത്തിയായി സൂക്ഷിക്കുക. കണക്കുകൾ വ്യക്തമായി എഴുതുക. ഇതൊരു ഊർജ കൈമാറ്റമാണ്. നിങ്ങൾ അതിനെ ബഹുമാനിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് കൂടുതൽ ഒഴുകിയെത്തും. പിന്നെ കൊടുക്കൽ വാങ്ങലാണ് ചെയ്യേണ്ടത്. കൊടുക്കുന്നത് ആകർഷണത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ആത്മാർത്ഥമായി മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെലവഴിക്കുക, അല്ലെങ്കിൽ ദാനം ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രഭാവലയത്തിന് നിങ്ങൾ സമൃദ്ധിയുള്ള വ്യക്തിയാണെന്ന സന്ദേശം നൽകുന്നു. ഓർക്കുക, പ്രിയ സുഹൃത്തുക്കളെ, പണം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിഥിയെപ്പോലെയാണ്. നിങ്ങൾ അതിനെ ഭയത്തോടെയും ദേഷ്യത്തോടെയും ക്ഷാമത്തോടെയും സമീപിച്ചാൽ അത് പെട്ടെന്ന് തിരികെ പോകും. എന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ബഹുമാനത്തോടെ അതിനെ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഊർജമണ്ഡലത്തിൽ ശാശ്വതമായി നിലനിൽക്കാൻ ആഗ്രഹിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നിങ്ങളുടെ പ്രഭാവലയത്തെ സമൃദ്ധിയായി ചേർക്കുക. പണത്തിന് നിങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കുക. ഈ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ സമൃദ്ധിയിലേക്ക് ആകർഷിച്ച ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവെക്കുക. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം. സമൃദ്ധിയോടെ ജീവിക്കുക.